ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു ഡേ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമായിട്ടോ, ഒരു ഒഴിവ് ദിവസമായിരുന്നു. ഒഴിവ് ദിവസം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് സ്റ്റഡി ലീവും ചേട്ടൻ ഓൾറെഡി ലീവ് എടുത്തിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ എണീക്കുമ്പോൾ തന്നെ ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. 8 മണിയായിട്ട് നേരെ വെളിച്ചാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ജനല തുറന്നു കേട്ടോ. അപ്പോൾ തന്നെ 8 മണിയായ കാരണം തന്നെ നമ്മുടെ മീൻകാരൻ വന്നു. അപ്പോൾ നല്ല വലിയ ഉണ്ടപ്പം മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു 1/2 കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മത്തിക്കാണെങ്കിൽ നല്ല റേറ്റാണ്, 280 അങ്ങോട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു 1/2 കിലോ വാങ്ങിച്ചു. ആദ്യം തന്നെ മീൻ മേടിച്ചു വെള്ളത്തിലിടാലോ, എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5-6 ഒരു 7 എണ്ണം ഉണ്ട് തോന്നുന്നു. വലിയ ഉണ്ടപ്പൻ ചാളയാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കാം. ഇപ്പോഴൊന്നും നന്നാക്കാൻ നടക്കില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുള്ള പണികൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരം വൈകിയ കാരണം തന്നെ ഫസ്റ്റ് മീനും കിട്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അടിപൊളിയായി. മീൻ കറിയും വെച്ച് കുറച്ച് കറിയും വെക്കാം, കുറച്ച് വറക്കും ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. മീൻ നമുക്കൊരു ഭാഗത്തേക്ക് മൂടി വെക്കാം കേട്ടോ. പണിയെന്ന് വെച്ചാൽ നമുക്ക് ചായക്ക് പലഹാരം ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും മുടക്ക് ദിവസമായ കാരണം എല്ലാവരും പെട്ടെന്നൊന്നും എണീക്കില്ല. ചിലപ്പോൾ 11 മണി 11:30 ആവും. അപ്പോൾ ഞാൻ പുട്ടിന് കുറച്ച് പൊടിയെടുത്ത് പുട്ടിന് നനച്ചു കേട്ടോ. കുറച്ച് തന്നെ, എല്ലാവർക്കും ഓരോ കഷ്ണത്തിനുള്ളത് തന്നെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണീക്കുമ്പോൾ ഓൾറെഡി നേരം വൈകും കേട്ടോ. പിന്നെ അപ്പം ഞാൻ പുട്ട് വയ്ക്കാനുള്ള പരിപാടിയാണ്. പുട്ടും കാര്യം വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം, കുറച്ച് പയറുകറിയും കുക്കറിലിടാന്ന് വെച്ചു. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് പണി തന്നു കേട്ടോ. പണികൾ കുറച്ച് വൈകിപ്പോവും. ഞാൻ പുട്ടുണ്ടാക്കാനൊക്കെ കുഴച്ച് വെച്ചിട്ടായിരുന്നു. പെട്ടെന്ന് പണി കഴിക്കാൻ തുടങ്ങി. ഒന്നും നടക്കില്ല. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ കുടിക്കട്ടെ. പുതിയ കുറ്റി ഇരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഫിറ്റ് അറിയില്ല. പിന്നെ ചേട്ടനെ വിളിക്കണ്ടേ, ഇടയ്ക്കൊക്കെ ലീവ് എടുക്കുമ്പോൾ കുറച്ച് നേരം കിടക്കണ്ടേ. അപ്പോൾ പിന്നെ ആർക്കും തിരക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ചായയും ബിസ്ക്കറ്റും കൂടി കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പണികൾ നോക്കാമെന്ന് വിചാരിച്ചു. വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും അവർ എനിക്കുമ്പോൾ ഒരു 11 മണിയാവും. അപ്പോൾ എൻ്റെ വിശപ്പ് വേഗം മാറ്റാം. അപ്പോൾ ഈ നേരം വിളിച്ചാകുമ്പോഴുള്ള ഈ ബിസ്ക്കറ്റ് തീറ്റ ഇപ്പോൾ തുടങ്ങിയിട്ട് കേട്ടോ. കുറച്ച് കാലമായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു 4 എണ്ണം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടാണ് എൻ്റെ പണികൾ ഇപ്പോൾ ആരംഭിക്കാറ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെപ്പിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എന്നും നേരം വിളിച്ചാകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഈ കഴിക്കൽ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ പണിയാവും. ഇത് പാടില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യുക, പെട്ടെന്ന് വിശക്കുമ്പോൾ വേഗം ഞാനിങ്ങനെ കഴിക്കും. ഇനി പുട്ടൊക്കെ പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഗ്യാസൊക്കെ വെച്ചിട്ട്. ഇതൊരു ചേട്ടൻ പെട്ടെന്ന് തന്നെ ഏറ്റു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ മീനൊക്കെ നന്നാക്കി തന്നെ കറി അടുപ്പത്താക്കിയിട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മുടെ മുതിര പയറല്ല കേട്ടോ, മുതിര വേഗം ഞാൻ കുത്തി കഴിച്ചു. അപ്പോഴേക്കും ചേട്ടനും പിന്നെ മോളൊക്കെ എനിറ്റു. അവരപ്പോൾ ഞാൻ അത് കുത്തി കഴിച്ചുമ്പോഴേക്കും അവരിതേ പല്ലേപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ മീൻ കറി വേഗം റെഡിയായപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം 4 മീനുണ്ട്, അതെടുത്ത് വറക്കാമെന്ന് വെച്ചു. വറുത്ത് ഉള്ളിയൊക്കെ കാച്ചി പിന്നെ നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് കാപ്പി, കുറച്ച് പേർക്ക് ചായ, അങ്ങനെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചേട്ടൻ പഴമൊക്കെ വാങ്ങിക്കൊടുന്നു. പപ്പടം, പഴം, പുട്ട് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കണ്ണനും കിങ്ങണിയും വന്നിട്ടുണ്ട്. അവർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കണ്ണനെ ഞാൻ വിളിച്ചപ്പോൾ കണ്ണൻ ഉറങ്ങിയ പോലെ ഇരിക്കട്ടാ. ഇവിടേക്ക് എടുത്താട്ടാ. കിങ്ങണിയാ ചേട്ടനെ വലിയ എടുക്കട്ടെ. ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി. അപ്പോൾ ചേട്ടനൊന്ന് പുറത്തേക്കൊക്കെ പോയി വന്നു. പിന്നെ ഞങ്ങൾ ചോറുണ്ണാനുള്ള പരിപാടിയാണ് കേട്ടോ. പിള്ളേഴ്സൊക്കെ പോയി. അപ്പോൾ ചോറിന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മുതിരപ്പേരിയും മീൻ വറുത്തതും പിന്നെ മീൻ കൂട്ടാനും ഇന്നിപ്പോൾ കുറേ അധികം സ്പെഷ്യലുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞങ്ങളതേ ഉമ്മർത്തിരുന്നിട്ടാണ് കേട്ടോ ഉണ്ണാറ്. അപ്പോൾ കറികളും എല്ലാം എടുത്തിട്ട് ഉമ്മർത്ത് വന്നിരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും കഴിച്ചു കേട്ടോ. പിന്നെ ഉണ്ണോള് പോകുമ്പോൾ ചോറുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കഴിച്ചു. മിക്കപ്പാടും ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കാറ്. ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു റെസ്റ്റ് ഇല്ലാത്ത ദിവസം തന്നെയാണ് കേട്ടോ. കാലത്ത് ആകെ പടച്ചിലും തിക്കും തിരക്കും ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒറ്റയ്ക്കാണ് ഈ ക്യാമറയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. നമുക്കൊക്കെ വീഡിയോ എടുത്ത് തരാൻ ആരും സഹായമൊന്നുമില്ല. അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ ഡേ മൈ ലൈഫായിട്ട് ഇടുന്നുണ്ട്. കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഡേ മൈ ലൈഫൊക്കെ ഇടണമെന്ന് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് 2 കേക്ക് ഉണ്ടാക്കണം കേട്ടോ. അത് നമ്മുടെ വീട്ടിലെ ഒരാളുടെ പിറന്നാളിന് തന്നെയാണ് കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആർക്കാന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. 2 കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കേക്കിൻ്റെ സ്പഞ്ച് മാത്രം ഉണ്ടാക്കണമല്ലോ കേട്ടോ. പിന്നെ നമുക്ക് ക്രീമൊക്കെ തേക്കൽ നമുക്ക് പിറ്റേ ദിവസം ആക്കാം. അപ്പോൾ സ്പഞ്ചിൻ്റെ പണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം വല്ലാണ്ടുള്ള പണികളില്ലല്ലോ. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പൂണ് കഴിഞ്ഞ് ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും കേക്ക് പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്.
1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടന് ഒഴിവുള്ളതല്ലേ, അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകാമെന്ന് വെച്ചു. അപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കഴുകുമോ ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ സർവീസിന് കൊടുക്കാൻ പോവാ പറഞ്ഞു. അപ്പോൾ വേണ്ട, ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകുക. വണ്ടി വെള്ള നിറമാണ്, പക്ഷേ ചേട്ടനൊന്നും അങ്ങനെ കഴുകില്ല. ഞാനിനി പറഞ്ഞ പോലെ ഒഴിവുള്ളപ്പോൾ കഴുകുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. വണ്ടി കഴുകിയപ്പോൾ അടിപൊളിയായിട്ടാ, കളറൊക്കെ നമ്മുടെ വെള്ള കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ചേട്ടനും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ക്രീം മേടിച്ചിട്ടില്ല കേട്ടോ. ക്രീം മേടിക്കാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കുറേ നാളായിട്ട് കേക്കിന് ക്രീമൊക്കെ മേടിച്ചിട്ട്, കാരണം കുറേ നാളായി പറഞ്ഞ പോലെ കേക്ക് ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഒരു കേക്കാണ് മേടിക്കാമല്ലോ എന്ന് പറയും. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, നമ്മൾ ഉണ്ടാക്കണതോടാണ് കൂടുതൽ ഇഷ്ടം. പണിയെടുക്കാൻ മടിയായിട്ട് എന്ന് പറയില്ലേ, അതന്നെ സംഭവം. പിന്നെ ഞാൻ ചിന്തിക്കും, നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയണതാണ്. ഒരു 2 കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് ചിലവാവുള്ളൂ. നമുക്ക് 2 കേക്ക് മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും? അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓരോ പണികൾ എടുക്കാൻ മടിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാമല്ലോ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു റൗണ്ട് അടിക്കാമല്ലോ എന്ന് വെച്ചു. പിള്ളേരും ഇല്ലല്ലോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ക്രീം മേടിക്കലും എല്ലാം കൂടിയിട്ട് മേടിച്ചതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ നമുക്ക് സ്പഞ്ച് ഇടണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ടൈം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരെണ്ണത്തിൻ്റെ സ്പഞ്ച് ഇട്ട് വയ്ക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഒരു കേക്കിൻ്റെ സ്പഞ്ച് പെട്ടെന്ന് റെഡിയാക്കാം. കാരണം സമയം 12 മണിയാവും എന്തായാലും കിടക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമുക്കൊരു കേക്കിൻ്റെ സ്പഞ്ച് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ 2 ഫ്ലേവർ ഉണ്ടാക്കുന്നത്, ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും ഒന്ന് വൈറ്റ് ഫോറസ്റ്റാണ്. എന്തായാലും കിടക്കുമ്പോൾ 12 മണിയാണ്. അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ പണി കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ക്രീം കോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. പിന്നെ അപ്പോഴേക്കും 12 മണിയായി. ഇനിയിപ്പം നാളെ ബാക്കി പണി. അപ്പോൾ ഗൈസ്, സമയം ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളൊരു കേക്കിൻ്റെ സ്പഞ്ച് ഒരെണ്ണം ക്രീമൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നാളെ. ഇനിയിപ്പോൾ എത്ര നേരമായില്ലേ, ഇപ്പോൾ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ.